ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. സിനിമയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉറപ്പാക്കി. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്ന അഭിപ്രായം സർക്കാരിനില്ല. വിലക്കുകൾ കൊണ്ട് ആരെയും ഇല്ലാതാക്കാനാവില്ലെന്നും പിണറായി വിജയൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന് നിയമ വിദഗ്ധർ. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ FIR രേഖപ്പെടുത്താം. നിയമപരമായി പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നവംബറിലെ ചലച്ചിത്ര കോൺക്ലേവ് നിയന്ത്രിക്കുന്നത് 15-അംഗ പവർ ഗ്രൂപ്പെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് വിനയൻ. വയനാട് ദുരന്ത മേഖലയിലെ എല്ലാ റിക്കവറി നടപടികളും നിർത്തിവെച്ചു. കാർഷിക വായ്പകൾ പുനഃക്രമീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. കടം എഴുതിത്തള്ളേണ്ടത് അതാത് ബാങ്കുകൾ. ഓണാഘോഷ വാരാഘോഷ പരിപാടികൾ ഒഴിവാക്കി 6 ലക്ഷം പേർക്ക് ഓണക്കിറ്റ് നൽകുമെന്ന് മുഖ്യമന്ത്രി. മലപ്പുറം SP-യെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച PV അൻവർ MLA. തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയിട്ട് 8 മാസം കഴിഞ്ഞു, ഇതുവരെ പ്രതിയെ പിടിച്ചില്ല. ഏത് പൊട്ടനും കണ്ടെത്താവുന്നതേയുള്ളൂ എന്നും ആക്ഷേപം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ 2300 ചില കിലോ വെയിറ്റ്. ഒരാൾക്കും 2 ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചു, ഒരു വിവരമില്ല. ആക്ഷേപത്തിൽ വേദി വിട്ടിറങ്ങി SP. പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ സുപ്രീം കോടതി. ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം ആശങ്കാജനകം. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ വേണം. തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് CBI മറ്റന്നാൾ നൽകണം. ബംഗാളിൽ ക്രമസമാധാന തകർച്ചയെന്ന് കേന്ദ്രം. കോഴിക്കോട് മാങ്കാവിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. ആക്രമണം കാറിന് വഴി കൊടുത്തില്ല എന്നാരോപിച്ച് പരിക്കേറ്റ ബസ് ഡ്രൈവർ സുബ്രഹ്മണ്യൻ ചികിത്സ തേടി. അന്വേഷണം ആരംഭിച്ച പോലീസ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രധാനമായൊരു വാർത്താ സമ്മേളനം ഇപ്പോൾ പൂർത്തിയാക്കിയതേയുള്ളൂ. ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പായ കാര്യമെന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ